അപ്പോൾ ഇന്ന് മുതൽ ലോജിസ്റ്റിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ലോജിസ്റ്റിക്സിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ, ഇൻ്റർവ്യൂവിൽ വരാവുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ആമസോണിൽ നിന്ന് നിങ്ങൾ ബുക്ക് വാങ്ങിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക ആൻഡ് ഷെയർ ടു ദ സ്റ്റുഡൻസ്. അപ്പോൾ ഗൈസ്, ഇന്ന് ലോജിസ്റ്റിക്സ് എന്താണ് ലോജിസ്റ്റിക്സ് എന്ന് നിങ്ങൾക്ക് പറയാമോ? ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റി ടേക്കിംഗ് പ്ലേസ് ടു ബ്രിങ് ദ മെറ്റീരിയൽ ഫ്രം ദ പോർട്ട് ആൻഡ് വെയർഹൗസ് ഇറ്റ്, ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ദ കസ്റ്റമർ. അതാണ് ഒരു ലോജിസ്റ്റിക്സിൻ്റെ പണി എന്ന് പറയുന്നത്. ഓവറോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, സപ്ലൈ ചെയിനും ഒന്നാണ്, ലോജിസ്റ്റിക്സും ഒന്നാണ്, വെയർഹൗസിങ്ങും ഒക്കെ എല്ലാം ഒരേ അണ്ടറിൽ വേണമെങ്കിൽ വരുത്താം. പക്ഷേ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ വരുമ്പോൾ ലോജിസ്റ്റിക്സിൻ്റെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഹൗ ദ വേർഡ് ലോജിസ്റ്റിക്സ് ഡിറൈവ്ഡ്? പണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്ന് ലോഗോ എന്ന് വെച്ചാൽ കാൽക്കുലേഷൻ, ആ കാൽക്കുലേഷനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലോജിസ്റ്റിക്സ് എന്ന ഒരു വേർഡ് ഡിറൈവ് ചെയ്തത്. അത് ഫ്രാൻസിലും യു എസിലും യൂസ് ചെയ്തായിരുന്നത് ട്രാൻസ്പോർട്ട്, അല്ലേ, മിലിറ്ററി ട്രാൻസ്പോർട്ടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ലോജിസ്റ്റിക്സ് തുടങ്ങിയത് തന്നെ ആക്ച്വലി. ഇന്ന് അത് ഒരു മഹാപ്രസ്ഥാനമായിട്ട് മാറിക്കഴിഞ്ഞു. ഓൾറൈറ്റ്, അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് മോഡൽസ് ഓഫ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് ലോജിസ്റ്റിക്സിൻ്റെ മോഡൽസ് എന്ന് പറയുന്നത്? അതായത് ട്രാൻസ്പോർട്ടേഷൻ, അടുത്തത് വെയർഹൗസിങ്, വെയർഹൗസിലുള്ള ഇൻവെൻട്രി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. ഈ ഒരു 5 കാര്യങ്ങളാണ് ലോജിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യമാണ്, വാട്ട് ആർ ദ മെയിൻ എൻകൗണ്ടേഴ്സ് ഓഫ് ലോജിസ്റ്റിക്സ്? എൻകൗണ്ടേഴ്സ് എന്നതിന് അർത്ഥമാക്കുന്നത് എന്താണ്? മെയിൻ ആയിട്ട് വരുന്ന ഫേസ് ചെയ്യണ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, ഒന്ന് പ്രിസൈസ് ഡെലിവറി, 2 എന്ന് പറയുന്നത് സീറോ വേരിയൻസ് ഉള്ള ഇൻവെൻട്രി, 3 കൺട്രോളിങ് ദ എക്സ്പെൻസസ്. അപ്പോൾ എന്തൊക്കെയാണ്? പ്രിസൈസ് ഡെലിവറി, അല്ലേ, ഡെലിവറി ടൈമിൽ കൊടുക്കുന്ന ഡെലിവറി, അതാണ് അതിലെ ലോജിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കേസ്. 2 ഇൻവെൻട്രി, മെറ്റീരിയലിൽ സീറോ വേരിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ആണ് വരാൻ പാടുള്ളൂ, ഇതല്ലെങ്കിൽ യു വിൽ ബി ചാർജ്ഡ്. 3 എക്സ്പെൻസസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതാണ് ലോജിസ്റ്റിക്സിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരു എൻകൗണ്ടർ എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അതുപോലെ അടുത്തൊരു ചോദ്യമാണ്, എന്താണ് 3PL ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്? അതായത് ഒരു കമ്പനി ഉണ്ടാവും, ആ കമ്പനിയുടെ എൻ്റയർ ഓപ്പറേഷൻസ്, അതായത് ലോജിസ്റ്റിക്സിൻ്റെ ഓപ്പറേഷൻസ്, എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഡെലിവറി, ഈ വക കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടീനെ അപ്പോയിൻ്റ് ചെയ്യും. ഒരു തേർഡ് പാർട്ടി, അത് വെളിയിൽ നിന്നുള്ള ഒരു ടീമായിരിക്കും, അതിനെ പറയുന്നതാണ് തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ 3PL ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതൊന്നാണ് 4PL ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതായത് നേരത്തെ ഞാൻ പറഞ്ഞു 3PL ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻസ് ആണെങ്കിൽ 4PL വരുന്നത് എൻറ്റയർ സപ്ലൈ ചെയിൻ്റെ ഓപ്പറേഷൻ അടക്കം വേറെ കമ്പനിക്ക്, ഏജൻസിക്ക് വിട്ടുകൊടുക്കും. അണ്ടർസ്റ്റുഡ്? നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഷെയർ ടു ഓൾ സ്റ്റുഡൻസ്. താങ്ക് യു സോ മച്ച്.